നമസ്കാരം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിന് ഹിന്ദുക്കളെ വെറുപ്പായിരുന്നു. വെറുപ്പെന്ന് പറയുമ്പോൾ നിസ്സാരമായ വെറുപ്പല്ല. ഹിന്ദുക്കളെ മുഴുവൻ ഉന്മൂലനം ചെയ്യണമെന്ന പക്ഷക്കാരനായിരുന്നു അയാൾ. 1945 ഫെബ്രുവരി 23 ടൗണിംഗ് സ്ട്രീറ്റിലെ സായാഹ്നത്തിൽ അത്താഴ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ബ്രിട്ടന്റെ ബോംബർ കമാൻഡ് തലവനായ ആർതർ ഹാരിസിനോട് ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാൻ ചർച്ചിൽ ആവശ്യപ്പെട്ടത് ഹാരിസ് തന്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദുക്കൾ അറപ്പുളവാക്കുന്ന വംശമാണ്. അവർ അർഹിക്കുന്ന നാശത്തിൽ നിന്ന് അവരെ തടയുന്നത് തഴച്ചുകിടക്കുന്ന അവരുടെ ജനസംഖ്യയാണ്. ഇതായിരുന്നു ചർച്ചിലിന്റെ അഭിപ്രായം. ഹാരിസിനോട് അധികം വരുന്ന ബോംബർ ഉപയോഗിച്ച് ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാനും ചർച്ചിൽ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇന്ത്യക്കാരുടെ മതത്തെയും ഞാൻ വെറുക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് ചർച്ചിൽ. അമർത്യ സെന്നിന്റെ അഭിപ്രായപ്രകാരം 1943 ബംഗാളിലെ ലക്ഷങ്ങളെ കൊന്ന കൊടും വരൾച്ച ചർച്ചിൽ ആസൂത്രണം ചെയ്തതാണ്. ഭക്ഷ്യസഹായം നൽകാതെ അയാൾ അന്ന് ബംഗാളിലെ ഹിന്ദുക്കളെ മരിക്കാൻ വിടുകയായിരുന്നു. കടുത്ത ഹിന്ദുവിരുദ്ധനും നാസികളോട് അനുതാപവും പുലർത്തിയിരുന്ന ബേവർലി നിക്കോൾസിന്റെ പുസ്തകമായ വേർഡിക്റ്റ് ഓൺ ഇന്ത്യയിൽ ഹൈന്ദവ കല, സംഗീതം എന്നിവ ദുർഗ്രഹവും അറപ്പുളവാക്കുന്നതുമാണ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ പുസ്തകം ചർച്ചിൽ അയാളുടെ ഭാര്യയ്ക്ക് അയച്ചു നൽകിയതിനു ശേഷം ഹിന്ദുക്കളുടെ യഥാർത്ഥ മുഖം ഇതിൽ കാണാം, അതുകൊണ്ട് തന്നെ നീ ഇത് വായിക്കണമെന്ന് എഴുതുന്നുണ്ട്. ചർച്ചിൽ മാത്രമായിരുന്നില്ല ബ്രിട്ടനിലെ ഹിന്ദുവിരുദ്ധൻ. അസംഖ്യ ഹിന്ദുവിരുദ്ധർ സനാതനധർമ്മത്തെ തകർക്കാൻ ശ്രമിച്ചിരുന്നു. ചർച്ചിലിനെ അവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ചർച്ചിലിനെ തന്നെ എടുത്തു പറയുന്നത് അയാൾ ഒരു ഭരണാധികാരിയായിരുന്നു എന്നതുകൊണ്ടാണ്. ചർച്ചിൽ ജീവിച്ചിരിക്കെ തന്നെ ഇന്ത്യ സ്വതന്ത്രയായി. ഹിന്ദുക്കൾ രാജ്യം ഭരിക്കാൻ തുടങ്ങി. ഒടുവിൽ സൂര്യൻ അസ്തമിക്കാത്ത ചർച്ചിലിന്റെ സാമ്രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിലടക്കം ഇന്ത്യ 2023 മറികടന്നു. നായയ്ക്കും ഇന്ത്യക്കാരനും പ്രവേശനമില്ല എന്ന് എഴുതിവെച്ച് ഇന്ത്യയെ ബ്രിട്ടനിലിരുന്ന് ഭരിച്ച ചർച്ചിലിന്റെ രാജ്യം പിൽക്കാലത്ത് ഹിന്ദുവായ ഋഷി സുനാക് ഭരിച്ചു. ഹിന്ദുവിരുദ്ധനായ ചർച്ചിലിരുന്ന അതേ പദവിയിലിരുന്ന് ഋഷി സുനാക് ലണ്ടനിലെ പൊതുസമ്മേളനത്തിൽ ജയ് ശ്രീരാം എന്ന് ആർത്തു വിളിച്ചു. കടുത്ത ഹിന്ദുവിരുദ്ധനായ ഒരു ഭരണാധികാരിയെയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ നാട് അധികാരത്തിൽ നിന്നും താഴെ ഇറക്കിയത്. അതിൽ സ്റ്റാലിൻ സ്വന്തം തട്ടകത്തിൽ തോൽക്കുകയും ചെയ്തു. സനാതനധർമ്മം വൈറസാണെന്ന് പറഞ്ഞ ഉദയനിധിയും അവന്റെ അച്ഛൻ സ്റ്റാലിനും സ്വപ്നത്തിൽ പോലും ഈ തിരിച്ചടി പ്രതീക്ഷിച്ചു കാണില്ല. തമിഴ് മണ്ണ് മുരുകന്റെയും പെരുമാളിന്റെയും ശിവന്റെയും മണ്ണാണെന്ന അച്ഛനും മോനും അഹങ്കാരത്തിന്റെ കൊടുമുടിയിലിരുന്ന് അങ്ങ് മറന്നു. 3 ഹിന്ദുവിരുദ്ധർ ഈ തെരഞ്ഞെടുപ്പോടെ അധികാരത്തിൽ നിന്ന് പോയെങ്കിലും ഏറ്റവും മധുരമായത് സ്റ്റാലിന്റെ പടിയിറക്കമാണ്. ബ്ലാതനിലെ സെന്റ് മാർട്ടിൻ പള്ളിയിൽ ചർച്ചിലിന്റെ കുഴിമാടമുണ്ട്. സനാതനധർമ്മത്തെ ഇപ്പോൾ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന് ചിന്തിക്കുന്ന സ്റ്റാലിന്മാരോടും ഉദയനീതികളോടും കുഴിമാടത്തിലിരുന്ന് കള്ളച്ചിരി ചിരിച്ച് ചർച്ചിൽ പറയും, ഉന്നാൽ മുടിയാത് തമ്പിയെന്ന്.